എങ്ങനെയുണ്ട്? ക്ഷീണമൊക്കെ കുറവുണ്ടോ? ആ, ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. ജീവൻ പോകാത്തത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ലോ. ഞാൻ വന്നത് മാനുവലിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാ. എനിക്കൊന്നും പറയാനില്ല. നിങ്ങളും മാനുവലും തമ്മിലുണ്ടായിരുന്ന ബന്ധം ഏത് തരത്തിലുള്ളതായിരുന്നു? എന്ത് ബന്ധം? എനിക്കൊരു ബന്ധവും അയാളുമായിട്ടില്ല. എന്റെ ജീവിതം തകർത്ത അയാളായിരുന്നു. ആ പക നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടല്ലേ? പകയോ? ഒരു ജന്മം നഷ്ടപ്പെടുത്തിയ മനുഷ്യനോട് തോന്നുന്ന വികാരത്തിന് പകയെന്നാണോ പറയേണ്ടത്? അയാളെ കൊല്ലണമെന്ന് ആനിയം ആഗ്രഹിച്ചിരുന്നില്ലേ? പലപ്പോഴും. അമ്മച്ചി എന്തൊക്കെയാ പറയുന്നത്? സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ അമ്മച്ചിയാവും മാനുവൽ സാറിന്റെ മരണത്തിന് കാരണം. ആകട്ടെ, എന്റെ ഭർത്താവിന്റെ എന്റെ മകളുടെയും ജീവൻ തകർത്തതിന്റെ കണക്ക് ഞാൻ തീർത്തുവെന്ന് ഈ ലോകം മുഴുവൻ അറിയുമല്ലോ. ഒരു ജന്മം മുഴുവൻ ഞാൻ സഹിച്ച പീഡനം ഈ നാട്ടുകാരറിയണം. ഇൻസ്പെക്ടർ, മാനുവലിനെ ആരെങ്കിലും കൊന്നതാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ തന്നെ ഏറ്റെടുക്കാം. എന്നെ അറസ്റ്റ് ചെയ്യാം. തെറ്റ് ചെയ്യാത്ത ഒരാളെ അറസ്റ്റ് ചെയ്യാൻ നിയമമില്ല. എനിക്ക് വ്യക്തമായ തെളിവ് വേണം. നിയമത്തിന് മുന്നിൽ ഹാജരാക്കേണ്ടത് കുറ്റവാളിയാണ്. ഞാൻ പറഞ്ഞില്ലേ സാർ, മാനുവലിനെ ഞാൻ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരിക്കലല്ല, പലവട്ടം. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. മനസ്സിൽ 1000 തവണ ഞാൻ അയാളെ കൊന്നിട്ടുണ്ട്. കഴുത്ത് ഞെരിച്ച്, കുത്തി, വിഷം കൊടുത്ത്, തീ വെച്ച്, അങ്ങനെ എത്രയോ തവണ. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ സാധിച്ചില്ല. അതെന്റെ തെറ്റാണോ? ഓക്കെ, ഞാൻ ഇറങ്ങുന്നു. അമ്മച്ചി, അമ്മച്ചി. നിങ്ങൾ? ഞാൻ റോണിയുടെ ആന്റിയാ. ആന്റി എന്ന് പറയുമ്പോ ഏത് വഴിക്കാ? മാനുവലങ്ങളുടെ റിലേറ്റീവാ. ഈ വീട്ടിലാണോ താമസം? അതെ. എത്ര നാളായി? ഇതൊക്കെ സാർ എന്തിനാ അറിയുന്നത്? ഒരു മരണം ഇവിടെ നടന്നിട്ടുണ്ട്. അതിന്റെ അന്വേഷണത്തിലാണ് ഞാൻ. ഈ വീട്ടിൽ താമസിക്കുന്നവരറിയാതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കാനുള്ള കാരണം എന്താ? ഞാനും മാനുവലങ്ങളും റോണി പാർട്ണറായി ചേർന്ന് ഒരു ബിസിനസ് ആരംഭിക്കാനിരിക്കുക. അതിന്റെ വർക്കുകൾക്ക് വേണ്ടി ഞാനിവിടെ വന്നത്. മാനുവലിന്റെ മരണം നടന്ന രാത്രി നിങ്ങൾ ഈ വീട്ടിലുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ എന്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. വീടെവിടെയാ? പത്തനംതിട്ട. മാനുവലിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും മാനുവൽ ഭയപ്പെടുന്നതായി അങ്ങനെ എന്തെങ്കിലും? എനിക്ക് അങ്ങനൊന്നും തോന്നിയിട്ടില്ല. ഈ വീട്ടിലുള്ളവരെ ആരെങ്കിലും നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഈ വീട്ടിലുള്ളവരെ ഞാൻ എന്തിനാ സാർ സംശയിക്കുന്നത്? അല്ലെങ്കിൽ മാനുവലങ്ങളിനെ ഇല്ലാതാക്കിയിട്ട് ആർക്ക് എന്ത് പ്രയോജനമുള്ളത്? ശരി, നമുക്ക് വിശദമായിട്ട് സംസാരിക്കേണ്ടി വരും. ഓക്കെ.